നമസ്കാരം. ഇറാന്റെ ഔദ്യോഗിക സേനാ വിഭാഗമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ കാനഡ. ശത്രു രാജ്യങ്ങളുടെ സൈന്യത്തെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നത് അത്യപൂർവമായ നടപടിയായതിനാൽ തന്നെ ഇതിനോടകം ഈ കാനഡയുടെ തീരുമാനം അന്തർദേശീയ തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ലോകമെങ്ങും ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ഭീകര പ്രവർത്തനം നടത്തുന്നുണ്ട്. മാത്രമല്ല മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് കൊടിപിടിച്ച് മുന്നിലിറങ്ങുന്നുമുണ്ട്. ഈ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആഗോള ഭീകരതയ്ക്ക് എതിരായ പോരാട്ടത്തിന്റെ ഭാഗമായി ഇറാൻ സേനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുന്നു എന്ന് കാനഡയുടെ പൊതുസുരക്ഷാ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. പുതിയ പ്രഖ്യാപനത്തോടുകൂടി ഇറാൻ സേനയുമായി ബന്ധമുള്ള ആർക്കും കാനഡയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. മാത്രമല്ല ഇറാനിലേക്കുള്ള യാത്ര ഉപേക്ഷിക്കണമെന്ന് ഇതിനോടകം തന്നെ കനേഡിയൻ പൗരന്മാർക്ക് കാനഡ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ സംഘത്തിൽപ്പെടുന്ന ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൽപ്പെട്ട ആർക്കെങ്കിലും കാനഡയിൽ സ്വത്തുവകകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുകെട്ടാനും കനേഡിയൻ സർക്കാരിന് സാധിക്കുമെന്ന് കൂടി മനസ്സിലാക്കുക. 2020 ജനുവരിയിൽ ടെഹ്റാനിൽ നിന്നും 176 പേരുമായി പറന്നുയർന്ന യുക്രൈൻ വിമാനം തകർത്തത് ഇറാൻ മിസൈൽ പതിച്ചാണ് എന്നുള്ള ആരോപണം ഉയർന്നിരുന്നു. ഇത് US-ഉം കാനഡയും UK-യും ഒരുപോലെ മുന്നോട്ട് വെച്ച ആരോപണമായിരുന്നു. ഈ ആരോപണം സാധൂകരിക്കുന്ന നിരവധി രേഖകൾ തങ്ങളുടെ പക്കലുണ്ട് എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പലവട്ടം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ അപകടത്തിൽ 63 കനേഡിയൻ സ്വദേശികളായിരുന്നു കൊല്ലപ്പെട്ടത്. എന്തായാലും ഈ സംഭവത്തോടു കൂടിയാണ് ഇറാൻ സേനയെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം കാനഡയിലെങ്ങും ഉയർന്നത്. എന്നാൽ ആരോപണങ്ങളെ ഇറാൻ അന്ന് നിഷേധിക്കുകയാണ് ചെയ്തിരുന്നത്. അൽ ഖ്വയ്ദ, ഹിസ്ബുള്ള, താലിബാൻ, ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ്, നോർത്ത് അമേരിക്കൻ നിയോ ഫാസിസ്റ്റ് തീവ്രവാദി സംഘടനയായ പ്രൗഡ് ബോയ്സ് തുടങ്ങി 80ഓളം സംഘടനകളെ കാനഡ ഇതിനോടകം തന്നെ ഭീകര സംഘടനയുടെ പട്ടികയിൽ പെടുത്തിയിട്ടുണ്ട്. റഷ്യയ്ക്കും മിഡിൽ ഈസ്റ്റിലുള്ള മറ്റ് സഖ്യകക്ഷികൾക്കും ഡ്രോണുകൾ വിതരണം ചെയ്തു എന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയൻ ഈ മാസം ആദ്യം ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിന് നിരോധനം ഏർപ്പെടുത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇറാന്റെ ഔദ്യോഗിക സേനാ വിഭാഗമായ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിനെ ഭീകര സംഘടനയായി കാനഡ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വലിയ തോതിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇത് വാർത്തയാകുന്നുണ്ട്. കാനഡയുടെ ഈ തീരുമാനത്തോട് ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് കാത്തിരുന്നു കാണാം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.